ശാന്ത, അതിജീവിതയുടെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്? ഇനി ഈ കേസുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഒളിവിലുള്ള രാഹുലിനെ പൊക്കാൻ പോലീസ് സുസജ്ജമാണോ? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഏകദേശം 1 മണിക്കൂറായി മൊഴിയെടുപ്പ് തുടരുകയാണ്. തിരുവനന്തപുരത്ത് റൂറൽ എസ്.പിയുടെ ഓഫീസിലാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയതിന് പിന്നാലെ ADGP H. വെങ്കടേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ പരാതി കൈമാറുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് റൂറൽ എസ്.പിക്ക് പരാതി കൈമാറുകയും അതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത്. പ്രത്യേകം ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയുടെ അതിജീവിതയുടെ മൊഴിയെടുപ്പ് നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ രീതിയിലുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ മൊഴിയിൽ പറയുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന വിവരം. പുറത്തു വരുന്ന വിവരവും അതുതന്നെയാണ്. ഈ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നൽകുന്നത്. എന്തായാലും കേസിൻ്റെ അന്വേഷണം ഇനി തുടർന്നായിരിക്കും. കേസ് രജിസ്റ്റർ ചെയ്യുന്നതും FIR രജിസ്റ്റർ ചെയ്തത് അതിനുശേഷമായിരിക്കും അറസ്റ്റ് നടപടിയിലേക്ക് അടക്കം കടക്കുക. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടം MLA അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ നീക്കം. MLA ഓഫീസിൽ നിന്നും രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഒളിച്ചു കിടന്ന രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി നിലവിൽ വിവരങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പാലക്കാടാണോ അതോ അവിടെ നിന്നും സ്ഥലം വിട്ട് മറ്റെവിടെയെങ്കിലും പോയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ഹൈക്കോടതിയിൽ ജാമ്യഹർജിക്കടക്കം ശ്രമിക്കുന്നു എന്നൊരു വിവരവും, മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ടതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ടായിരുന്നു. വക്കീൽ മുഖാന്തരം, അഡ്വക്കേറ്റ് മുഖാന്തരം ഇതിനുള്ള നീക്കങ്ങളും രാഹുൽ നടത്തുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു കേസാണിത്. മാത്രമല്ല, ഒരു സാമാജികൻ എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, MLA എന്ന നിലയിൽ ഒരിക്കലും ഒരു മാതൃകയാകേണ്ട ഒരു വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തിയല്ല ചെയ്തത് എന്നതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ രാഹുലിൻ്റെ ഈ സമീപനം സ്ത്രീത്വത്തിന് തന്നെ അപമാനം വരുത്തുന്ന നിലയിലേക്കാണ് ചെന്നെത്തിയത്. അങ്ങനെയുള്ള നിരവധി ഈ വൈകൃതം ആണ് ഈ രാഹുൽ മാങ്കൂട്ടം MLA കാണിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള ആണ് പൊതുസമൂഹം വിലയിരുത്തുകയും ചെയ്തത്. എന്തായാലും പ്രശാന്ത്, ഈ പരാതിയോടൊപ്പം ഡിജിറ്റൽ എവിഡൻസസും അതുപോലെ ഈ മെഡിക്കൽ തെളിവുകളും മെഡിക്കൽ രേഖകൾ ഇതൊക്കെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അതിജീവിതയ്ക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അനന്തമ്പ്യാർ, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം, 2 മാസങ്ങൾക്ക് മുമ്പ് ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷമെല്ലാം ഓരോ നിമിഷവും രാഹുൽ മാങ്കൂട്ടം MLA പ്രതികരണം എന്ന് പറയുന്നത് അത് തെളിവില്ല എന്നതായിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് കേസ് പരാതിയില്ലല്ലോ എന്ന നിരന്തരം പരിഹാസപരമായിട്ടുള്ളൊരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങൾ നിരന്തരം ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഉണ്ടായ സമീപനം എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ ആശാസമരത്തിലെത്തിയപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമീപനം വളരെ പരിഹാസപരമായിട്ടുള്ള സമീപനമാണ് ഉണ്ടായത്. ഇതിൽ അപ്പോഴും പറയുന്നത് പരാതിയില്ലല്ലോ എന്നായിരുന്നു. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുകളിൽ ഇത് കെട്ടിച്ചമച്ച കഥ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമെല്ലാം നടത്തുന്ന ഒരു സാഹചര്യവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴിയെല്ലാം ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലും കേസിനെ തന്നെ വഴിതിരിച്ചു വിടുന്ന തരത്തിലുള്ള സമീപനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. യുവതി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ സമീപമെത്തി പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയുടെ
മേലിലാണ് ഇപ്പോൾ മറ്റ് മൊഴിയെടുപ്പടക്കം നടക്കുകയും ചെയ്യുന്നത്. അതായത് കൃത്യമായ രീതിയിൽ വെറും ഒരു പരാതിയായിട്ടല്ല നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ എവിഡൻസ് ഈ വിഷയത്തിൽ ഡിജിറ്റലായിട്ടായാലും ശരി, അല്ലെങ്കിൽ രേഖാമൂലമായിട്ടുള്ള എവിഡൻസുകൾ, തെളിവുകൾ, ആ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അക്കമിട്ട് നിരത്തുന്നുണ്ട്. രാഹുൽ ചെയ്ത പ്രവൃത്തികളെല്ലാം അത് അക്കമിട്ട് നിരത്തുന്നതിനൊപ്പം ഡിജിറ്റൽ തെളിവുകൾ ഒപ്പം രേഖാമൂലമുള്ള മെഡിക്കൽ എവിഡൻസ് അടക്കമുള്ളവ നിരത്തിക്കൊണ്ട് തന്നെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. റൂറൽ എസ് പിക്ക് ചുമതല നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ മൊഴിയെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് മൊഴിയെടുപ്പ് തുടങ്ങിയിട്ട്. വിശദമായ രീതിയിലുള്ള മൊഴിയാണ് യുവതിയിൽ നിന്നും രേഖപ്പെടുത്തുന്നത്. രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും മൊഴിയെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. ഇതുവരെ പറഞ്ഞത് കണക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിരോധിക്കാൻ കഴിയുന്നത് ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞാലും ശരി, ശ്രമിച്ചാലും ശരി, അതിന് സാധ്യമല്ലാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്ന ഒരു അവസ്ഥയും നിലവിൽ രൂപപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി കോൺഗ്രസ് നേതൃത്വം നിലവിൽ ഈ ഏതാനും മണിക്കൂർ മുമ്പ് പോലും ഈ വിഷയം വന്നതിന് ശേഷം പോലും ഉണ്ടായ പരാമർശങ്ങളെല്ലാം രാഹുലിനെ സപ്പോർട്ട് ചെയ്തൊരു പരാമർശമാണ് ഉണ്ടായത്. അത് മുതിർന്ന നേതാക്കളുടെ അടക്കം KPCC അധ്യക്ഷനായിക്കോട്ടെ, ദീപാദാസ് മുൻഷി ആയിക്കോട്ടെ, അങ്ങനെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അടക്കം ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരാളെ, നിയമസഭാ സാമാജികരെന്ന ആ പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും സംസ്ഥാനത്തെ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. അതിജീവിതയുടെ മൊഴി തിരുവനന്തപുരത്ത് റൂറൽ SP-യുടെ ഓഫീസിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റൂറൽ SP KS സുദർശനാണ് അന്വേഷണ ചുമതല.